ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അനൂസ് ക്രേസി ടോക്സ്. അപ്പൊ ഇന്ന് ഞാൻ വന്നത് വേറൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. എനിക്കറിയാം എന്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ടെന്ന്. അപ്പൊ മുന്നേ ഒക്കെ ഞാൻ മാംഗ്ലൂർ MSc പഠിക്കുന്ന സമയത്തൊക്കെ ഒത്തിരി ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അന്നൊക്കെ എനിക്ക് എന്തെങ്കിലും ചേഞ്ചസ് ആയിട്ട് കാണിക്കാനുണ്ടായിരുന്നു. വീട്ടിലുണ്ടാകുമ്പോഴും ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നുണ്ടായിരുന്നു. 1 വീക്ക് ഓഫ് ഡേ ഇൻ മൈ ലൈഫ്, അങ്ങനെ എന്തൊക്കെയോ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ബാംഗ്ലൂർ പോയതിനു ശേഷം ആക്ച്വലി എല്ലാം സെയിം ആണ്. രാവിലെ എഴുന്നേക്കാ, ഡ്യൂട്ടിക്ക് പോവാ, തിരിച്ചു വന്ന് ഇങ്ങനെ ചെയ്യുക. ആ ഒരു റൂട്ടീൻ എപ്പോഴും സെയിം ആയതുകൊണ്ട് 1 വീക്ക് ഓഫ് ഡേ മൈ ലൈഫ് ഒന്നും ഞാൻ ചെയ്യാത്തത് ആക്ച്വലി. അപ്പൊ എന്തായാലും ഇന്ന് ഞാൻ വിചാരിച്ചു വീട്ടിലേക്ക് വന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കാന്ന് വിചാരിച്ചില്ല, ഒരു ഡേ മൈ ലൈഫ് വീഡിയോ കൂടി എടുക്കാന്ന് വിചാരിച്ചത്. അപ്പൊ ഇന്ന് ഡേ 2 ആണ്. ഞാൻ വീട്ടിലേക്ക് വന്നതിന് ശേഷം എന്റെ അനിയന്മാര് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി മാമൻ അവരെ ഇവിടെ ആക്കിയിട്ട് തിരിച്ചു പോയി. അപ്പൊ അബിയും ജിങ്കും വന്നിട്ടുണ്ട്. ഇന്ന് ഫ്രൈഡേ ആണ്, സൺഡേ ഞാൻ തിരിച്ചു പോകും. അപ്പൊ ഞാൻ വിചാരിച്ചു അത്രയും ദിവസം കുറച്ച് ഡേ മൈ ലൈഫ് എടുക്കാമെന്ന്. നല്ല മഴയാണ്, രാവിലെ എഴുന്നേറ്റ് പോയിട്ട് നല്ല മഴയാണ്, കറണ്ടും ഇല്ല ഇവിടെ. അപ്പോ ഇപ്പൊ ഞാൻ കുളിച്ച് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. എന്തായാലും നമുക്ക് വീഡിയോയോട്ട് പോകാം. വീഡിയോയോട്ട് പോകുന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെലൈക്കൻ കൂടി ഉണ്ട്, അതുകൂടെ തന്നെ ഓപ്പൺ ചെയ്യുക. എങ്ങനെ മാത്രമേ കുഞ്ഞു സമയം മെമ്പർ ആകാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല ഇനി ഇടുന്ന വീഡിയോസും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. രാവിലെ എന്നിട്ട് പല്ലേച്ച് കുളിച്ച് വന്നപ്പോഴാണ് ഇന്നൊരു ഡേ മൈ ലൈഫ് എടുത്താലോ എന്ന് വിചാരിച്ചത്. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റത്തെ ഇൻട്രോ എടുത്തത്. ജിങ്കും അബിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പാവല്ലേ. ടൈം ഓൾമോസ്റ്റ് 9:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് വെച്ചതിന് ശേഷം അബിയും ജിങ്ങും കൂടെ അവിടെ കളിക്കായിരുന്നു. ഞാൻ അമ്മയും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടായത് കടമ്പാണ്. ചില സ്ഥലത്ത് കടമ്പ് പറയും, പക്ഷെ ഞങ്ങൾ പറയുന്നത് ഉണ്ടാന്നാണ്. നിങ്ങളെ പ്ലേസിൽ എന്താ പറയുന്നത് താഴെ കമന്റ് ചെയ്യണേ. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമിലൊക്കെ ഈ ഒരു കളി കളിക്കാറുണ്ടായിരുന്നു. നിങ്ങളും ഈ കളി കളിച്ചിട്ടുണ്ടോ? ഇറ്റ് വാസ് എ ഫസ്റ്റ് ടൈം ജിങ്കും അബിയും കൂടി ഇവിടെ താമസിക്കാൻ വരുന്നത്. അവർക്കിപ്പോൾ വെക്കേഷനാണ്. അപ്പം ഞാനിപ്പോൾ നാട്ടിൽ വന്നതെന്ന് അറിഞ്ഞപ്പോൾ അവരിവിടെ താമസിക്കാൻ വന്നതാണ്. ഇതാണ് എനിക്ക് അമ്മ ഇന്നലെ നിങ്ങളുടെ വീഡിയോയിൽ കണ്ട ആ ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നില്ലേ. അത് ആക്ച്വലി ഇന്നലെ ഞാൻ ഓൾട്ടർ ചെയ്യാനുള്ളതുകൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓൾട്ടർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. സെറ്റാണ്. എനിക്ക് ഇതൊരു മെറൂണിഷ് റെഡ് കളറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കളറ്. അപ്പോൾ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അമ്മയും പറഞ്ഞു നല്ല ചേരുന്നുണ്ടെന്ന്. സോ ഐ ആം സോ ഹാപ്പി. പിന്നെ എന്ത് വേണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ബർത്ത്ഡേക്ക് ഈ ഒരു ഡ്രസ്സ് ഇട്ട് പോവാന്ന്. എനിക്കറിയില്ല, ഇത് കുറച്ച് ചെറുതായൊരു വർക്ക് ഉള്ളതുകൊണ്ട് ഹോസ്പിറ്റലിൽ അലൗഡ് ആണോ ഇല്ലയോ എന്ന് അറിയില്ല. അലൗഡ് അല്ലെങ്കിൽ എൻ്റെ ഇൻചാർജിൻ്റെ വായിലിരിക്കുന്ന മൊത്തം ഞാൻ കേൾക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ ഒരു ഡ്രസ്സ് ആക്ച്വലി 2 പീസ് സെറ്റാണ്. അതായത് ടോപ്പ് പ്ലസ് ഷോൾ ആണ്. ഇതിൻ്റെ പാൻറ് വരുന്നില്ല. ഇത് ആക്ച്വലി കിട്ടാത്തതുകൊണ്ടൊന്നുമല്ല, ആക്ച്വലി 2 പീസ് സെറ്റ് തന്നെയാണ്. അപ്പോൾ ഇതുപോലത്തെ 2 പീസ് സെറ്റും 2 പീസ് സെറ്റിൽ പാൻറ്റും ടോപ്പും അല്ലാണ്ട് ടോപ്പും ഷോളായിട്ട് വരുന്നുണ്ട്. ആൻഡ് ഇതൊരു അനാർക്കലി ടൈപ്പ് ടോപ്പാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ പാൻസിന് എനിക്കറിയില്ല ബ്ലാക്ക് ഇടണോ അതോ ഈ ഒരു മെറൂൺ തന്നെ ഇടണോ എന്ന് എനിക്കറിയില്ല. നോക്കിയിട്ട് വേണം ഇനി അത് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആക്ച്വലി ഞാൻ നോർമലി ഇടുന്നത് എല്ലാ ടോപ്പിനും വെച്ചാൽ ബ്ലാക്ക് ലെഗിൻസ് ആണ് ഇടാറ്. കാരണം എനിക്ക് കൂടുതൽ കംഫർട്ട് ബ്ലാക്ക് ഇടുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ കൂടുതൽ എൻ്റെ ഡ്യൂട്ടിക്ക് പോകുമ്പോഴാണെങ്കിലും എൻ്റെ എല്ലാ ഡ്രസ്സിനും വെച്ചും അതായത് ബ്ലാക്കിൻ്റെ കൂടെ മാച്ച് ആകുന്ന ഡ്രസ്സാണ് ഞാൻ വാങ്ങാറും. അതുപോലെ തന്നെ എനിക്ക് ഒത്തിരി ബ്ലാക്ക് ലെഗിൻസും ഉണ്ട്. അപ്പോൾ ഇത്തവണ ഞാൻ കളർ മാറ്റി പിടിക്കാതെ. സോ യാ ഗൈസ്, ഈ ഒരു ഔട്ട്ഫിറ്റ് അമ്മ എനിക്ക് വാങ്ങിച്ചത് നമ്മുടെ സ്വന്തം ബൊട്ടീക്കിൽ നിന്നാണ്. നൂൽ ബൊട്ടീക്ക് എന്നാണ് ഇൻസ്റ്റാഗ്രാം ID. പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾ തീരെ ആക്റ്റീവ് അല്ല. അപ്പോൾ വാട്സപ്പിലാണ് നമ്മൾ പിന്നെ ആക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പോൾ വേണ്ടവർ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്താൽ ഞാൻ നൂൽ ബൊട്ടീക്കിൻ്റെ നമ്പർ അയക്കുന്നതാണ്. ഓൾട്ടർ ചെയ്ത ഡ്രസ്സ് ട്രൈ ചെയ്ത് താഴെ വരുമ്പോഴത്തേക്ക് അമ്മ പഴയൊരു മൂവി കാണുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് കണ്ടു. സത്യം പറഞ്ഞാൽ പണ്ടത്തെ മൂവിയുടെ ആ ഒരു ഫീലും ഹാപ്പിനെസ്സും ഒക്കെ ഇപ്പോഴത്തെ മൂവിക്ക് കിട്ടാത്ത പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പണ്ടത്തെ മൂവീസൊക്കെ വീണ്ടും വീണ്ടും വാച്ച് ചെയ്യാനൊക്കെ എനിക്ക് തോന്നാറുണ്ടായിരുന്നു. Hello guys, welcome to your channel. Welcome to അനുചേച്ചി's channel. Welcome to അനുചേച്ചി's channel. അനുചേച്ചിയുടെ ചാനലിന്റെ പേരെന്ത്? Anus crazy stop. അതല്ല വയറലോ നമ്മളെ വിളിച്ചു കുട്ടികളെ വയറലോ. Hello guys,
ഇന്ന് നമ്മൾ ഏട്ടന്റെ കൈ പൊളിക്കാൻ പോവാണ് ഗൈസ്. വേദനിക്കും. അബി എൻ്റെ യൂട്യൂബ് വീഡിയോസൊക്കെ ടി വിയിൽ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവരും അത് കണ്ടിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ മുമ്പിൽ വെച്ച് എൻ്റെ യൂട്യൂബ് എൻ്റെ വീഡിയോസൊന്നും പ്ലേ ചെയ്യുന്നത് എനിക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നാറില്ല. എസ്പെഷ്യലി എൻ്റെ ഓൺ വോയിസ് ആകുമ്പോൾ കംഫർട്ടബിൾ അല്ലാന്നെന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി തവണ ഞാൻ എൻ്റെ വോയിസ് കേൾക്കുന്നുണ്ട്. ആക്ച്വലി അത് എനിക്ക് ബൈ ഹാർട്ട് ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എനിക്കത് കംഫർട്ടബിൾ അല്ല എന്ന് പറഞ്ഞത്. പറയോ? എന്ത് പറയണ്ടേ? പറയാനൊന്നുമില്ല. നല്ല മഴയല്ലേ രാവിലെ തൊട്ട്? നല്ല മഴ, പുറത്തിറങ്ങാനേ പറ്റുന്നില്ല. ഇരുട്ട് കെട്ടിയിട്ടുണ്ടോന്നാണ്. അതെ, ഫുള്ളി ഇരുട്ടാണ് ഗൈസ്. കറണ്ടും ഇല്ല. നമ്മളവിടെ ഇൻവേർട്ടർ ഹാൾ ഏരിയയിലും റൂംസിലും മാത്രമേ ഉള്ളൂ, കിച്ചണിലില്ല. ചിക്കൻ ഫ്രൈ. അങ്ങനെ ഇറ്റ്സ് ടൈം ഫോർ ലഞ്ച്. നല്ല വിശപ്പായിരുന്നു. അപ്പോൾ അച്ഛൻ പിള്ളേരൊക്കെ വന്നുകൊണ്ട് ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ബിരിയാണിയിലെ ചിക്കൻ്റെ പീസ് ഒക്കെ തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് അമ്മ ചിക്കൻ ഫ്രൈ ആക്കിയത് വെച്ചിട്ടാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായത്. നമ്മൾ എന്താക്കാൻ പോകുന്ന അബി? ഷട്ടിലടിക്കാൻ പോകുന്നു. ആരൊക്കെ? ചേച്ചിയുടെ പേര് ആരൊക്കെ? ഞാനും നീയും പിന്നെ ഇടയ്ക്ക് ജിങ്കുവും കളിക്കുന്ന ജിങ്കു പറഞ്ഞേ. അല്ല ജിങ്കു, ഞാൻ മഴ മാറുന്നുണ്ട്. വ്ളോഗിന് വേണ്ടി എന്തെങ്കിലും പറയോ? ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് കമന്റ്. സബ്സ്ക്രൈബ്. ഒത്തിരി കാലത്തിന് ശേഷമാണ് ഞാൻ ബാഡ്മിൻ്റൺ കളിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഫുള്ളി മഴയായതുകൊണ്ട് അധികം കളിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഗൈസ്, ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല മഴ പെയ്തു. ഞങ്ങളുടെ അടുത്ത് വന്നു. എൻ്റെ മുടിയൊക്കെ നനഞ്ഞു. എന്താ കളിക്കണേ മഴയത്ത്? എന്നെ കൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോകുന്നതിന്റെ മെയിൻ ഉദ്ദേശം കണ്ടന്റ് ആണ്. അതായത് എനിക്ക് ഒത്തിരി വീഡിയോസ് എടുക്കണം, വീഡിയോസ് എഡിറ്റ് ചെയ്യണം, വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് വെക്കണം ഇവിടെ വരുമ്പോഴത്തേക്ക് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ എന്നും നാട്ടിലേക്ക് പോവാറ്. Hello guys, welcome to your channel. Today we are doing the antique. എന്ത്? Hello guys, biscuit വേണോ? biscuit. ഫോൺ കാണിച്ചബി പണ്ടത്തെ ഒരു ഫോണാണ് കഴിച്ചത്. നമ്മളിവിടുന്ന് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കുട്ടു ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നല്ല മഴയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ സൺഷെയ്ഡിൻ്റെ മേലെ ആയിട്ട് വെള്ളം കെട്ടി നിന്നിട്ടുണ്ടായിരുന്നു. അവിടെ വെള്ളം കെട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുമെന്ന് അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ പോയി നോക്കുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളം കെട്ടി നിന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഓലയൊക്കെ വീണിട്ട് അത് ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ട് അത് ക്ലിയർ ആക്കുമായിരുന്നു ഞാൻ. ക്യാമറമാൻ അബിയാണ്. അവനോട് ആക്ച്വലി ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞ് കൊടുത്തതാണ്. അവൻ അവിടെ നിന്ന് അനങ്ങിയിട്ട് പോലും ഇല്ല. പിന്നെ ഞാൻ വീണ്ടും വന്നിട്ട് ഒന്നുകൂടെ അഭിനയിച്ച് കാണിച്ചതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇതിനിടയിൽ ഒത്തിരി പാർട്ടുണ്ട്. ആക്ച്വലി മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ വീഡിയോ എടുക്കുകയും വീഡിയോ എഡിറ്റ് ചെയ്യുകയൊക്കെ ആയിരുന്നു. വൈകുന്നേരം ആയപ്പോൾ അമ്മ ചായയൊക്കെ ആക്കി. ആക്ച്വലി ഞാൻ കുഞ്ഞു തൊട്ട് ചായയും കോഫിയും ഒന്നും കുടിക്കാറില്ല. അപ്പോൾ പിള്ളേർക്ക് വേണ്ടിയിട്ടും അമ്മക്ക് വേണ്ടിയിട്ടാണ് ചായ ഉണ്ടാക്കിയിട്ടുണ്ടായത്. അവർ ചായ കുടിക്കുന്ന ആ ഒരു ടൈം ഞാൻ ഒന്ന് പാല് വാങ്ങാൻ വേണ്ടി പോവാണ്. നമ്മുടെ വീട്ടിൻ്റെ കുറച്ചടുത്തായിട്ട് തന്നെ ഒരു പാൽ സൊസൈറ്റി ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ടാണ് പാല് വാങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഫ്രഷ് പാൽ തന്നെ കിട്ടുമല്ലോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഡ്രൈവിങ് ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അമ്മ എന്ത് വാങ്ങണം എന്ന് പറഞ്ഞെങ്കിലും ഞാൻ അത്രമേലും ഓക്കെ പറയും. കാരണം എനിക്ക് വണ്ടി എടുത്ത് പോകാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അങ്ങനെ ഞാൻ സൊസൈറ്റിയിലെത്തി 1 ലിറ്റർ പാല് വാങ്ങിച്ച് തിരിച്ചു വരുന്ന വഴിക്ക് കുട്ടികൾക്ക് മിഠായും അതുപോലെ തന്നെ ലേസൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ അങ്ങനെ ഫൈനലി വീട്ടിലേക്ക് എത്തി. ഇനി ഇത് നമുക്ക് അവർക്ക് കൊടുത്താലോ? എന്താക്കുന്നേ? ഇങ്ങോട്ടോക്ക്. വേണ്ടേ? എനിക്കിപ്പോൾ പണ്ടത്തെ പോലെ ബേക്കറീസിനോടൊന്നും തീരെ ഇൻട്രസ്റ്റ് ഇല്ല. അതുകൊണ്ട് ഞാൻ കോണാണ് കഴിച്ചിട്ടുണ്ടായത്. ഒരു 6:45 കഴിഞ്ഞപ്പോൾ വിളക്ക് എത്തിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ഏർലി മോർണിംഗ് പോയ കറണ്ട് ഇപ്പോഴാണ് വന്നത്. ഇത് ഒത്തിരി വർഷം മുന്നേ ഞാൻ ഒരു ഉത്സവത്തിൽ നിന്ന് വാങ്ങിച്ച ബോളാണ്. അപ്പോൾ അബി അതിനെ കൊണ്ട് ഫുട്ബോൾ കളിക്കായിരുന്നു. ജിങ്കു ഇവിടെ അവൻ്റെ ഫേവറേറ്റ് കാർട്ടൂൺ കാണുമായിരുന്നു. എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ലാണ്ട് ഞാൻ പുറത്ത് പോയി. അപ്പോൾ അമ്മ അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. ഒത്തിരി പേര് ഹോം ടൂർ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി മുന്നേ ഞാൻ ഇട്ടതാണ് ഒരു ഹോം ടൂർ വീഡിയോ. അത് ഇപ്പോഴൊന്നും അല്ല, 1-2 വർഷം മുന്നേ ആണ്. അപ്പോൾ ഇനി ഒരു ഹോം ടൂർ വീഡിയോ ഞാൻ ഉടനെ ചെയ്യാൻ ശ്രമിക്കാം. എന്നും നൈറ്റ് ഞങ്ങൾ കുട്ടുവിനെ ഫ്രീ ആയിട്ട് വിടും. രാവിലെ വരെ അതിന് കളിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ടൈമുണ്ട്.
ജിങ്കു ആണെ കുട്ടൂനെ പേടിച്ചിരിക്കുകയായിരുന്നു. എല്ലാവരും ബോറടിച്ചിരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു ഏട്ടൻ്റെ വെഡ്ഡിങ് വീഡിയോ പ്ലേ ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഞാൻ പെൻഡ്രൈവ് കണക്ട് ചെയ്ത് ഏട്ടൻ്റെ വെഡ്ഡിങ് വീഡിയോ പ്ലേ ചെയ്തു. അതിൽ നമ്മളെ ഹൈലൈറ്റ്സ് ആയിരുന്നു ഇതൊക്കെ. അതിനിടയിൽ വിശപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനൊരു ദോശയും ചിക്കൻ കറിയും കഴിച്ചിട്ട് വന്നു. ഏട്ടൻ്റെ മാരേജ് വീഡിയോയിൽ ഞാൻ ഇപ്പോൾ കാണിക്കുന്ന ഈ പാർട്ടൊക്കെ ഞാനുള്ള സെക്ഷൻ മാത്രമാണ്. കാരണം ബാക്കിയൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി ആഡ് ചെയ്യാനുണ്ടാവും. അപ്പം ഞാൻ കരുതി ഞാനുള്ള പാർട്ട് മാത്രം ആഡ് ചെയ്യാന്ന്. ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സുമാണ്, ഇതെൻ്റെ ചേച്ചിയാണ്. ഏട്ടൻ്റെ വെഡ്ഡിങ് ഹൈലൈറ്റ്സും ഡാൻസും ഒക്കെ ഞാൻ മുന്നേ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ചെന്ന് കാണുക. വീഡിയോ നോക്കി കഴിഞ്ഞ ശേഷം ഞങ്ങളെല്ലാവരും കിടന്നുറങ്ങി. അപ്പോൾ ഗുഡ് നൈറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് ബൈ.